പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂൺ 25 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ പോയി നിൽക്കണം. ചിലപ്പോൾ വീടിൻ്റെ അടിത്തറ ചെയ്തിട്ട് ഒന്നും ആകാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ വീടിൻ്റെ സ്ഥലം ഉണ്ടാകും, വീട് പണിയാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കെട്ടിടങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമാർഗത്തിന് പറ്റിയ കടകളാവലായിരിക്കും, ചിലപ്പോൾ കന്നുകാലിത്തൊഴുത്തായിരിക്കും. ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ നിങ്ങളുണ്ടാവണം. പിന്നെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കും. നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടമാണ് ഇങ്ങനെ ചെയ്യണത്. രേഖകളെല്ലാം കയ്യിലുണ്ടാകണം. അപ്പോൾ ഇന്ന് ഞാനത് പറയുകയാണ്, നാളെ അതെല്ലാം കയ്യിലുണ്ടാകില്ല. ആ സമയത്ത് ഓടിപ്പോയി എടുക്കണം, ശരിയല്ല. അപ്പോൾ രേഖകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമല്ലേ, പല ആൾക്കാരും അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ വിദേശ യാത്ര ഉള്ളവരുണ്ട്.
ചിലർ ഇൻ്റർവ്യൂ ഉള്ളവർ, VFSൻ്റെ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. ഇപ്പം ചില ആശുപത്രി പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആശുപത്രി ചീട്ട് കയ്യിലുണ്ടാകണം. ചിലപ്പോൾ കീമോയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഒരു ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് എല്ലാം തീർന്നില്ലേ. പിന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ നമ്മളുടെ റിസ്ക് തീർന്ന് ദൈവം അത് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാളും ഷാർപ്പ് ഷൂട്ടായിട്ട് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. കൃപാസനത്തിലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന അല്ലത്. അത് കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്വർഗം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കത് ഉതകും. ഞങ്ങളൊക്കെ ബോധപൂർവം വളരെ അറിഞ്ഞുകൊണ്ടാണ് അത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോലും ആൾക്കാരെ പ്രാർത്ഥിക്കണത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വാരിക്കെട്ടി പ്രാർത്ഥിക്കത്തില്ല. ജസ്റ്റ് ആ വിഷയം ദൈവശ്രദ്ധയിൽപ്പെടുത്തും, അത്രയേ ഉള്ളൂ. എന്താ കാര്യം? ഇത്രയും 10-21 ലക്ഷം മനുഷ്യരെ ഈ 35 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കണമല്ലേ. കൂടാതെ മാതാവ് ജീവനോട് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് നമ്മൾക്കങ്ങനെ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഈ ശുശ്രൂഷ കേന്ദ്രം യോഗ്യമായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അമ്മ മാതാവ് ഈ സന്ദേശം കൈമാറിയത്. അപ്പോൾ അവിടെ ആശ്രയിക്കുന്ന സത്യസന്ധമായിട്ട് ആശ്രയിക്കുന്നവർക്കെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവതീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അലറിയൊക്കെ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കത്തില്ല, റഫായിട്ട്. എൻ്റെ കാര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കൊണ്ടും ദൈവതിരുസന്നിധി പൊട്ടങ്ങളെ അഭിനയിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ചൂടാകണത്. അല്ലെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇവിടെ ദൈവം സമീപസ്ഥനാണ്. ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോസ്തല പ്രവർത്തനമാണ് 13:22. ഭയങ്കരമായ ഒരു വചന. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാര്യം ഫസ്റ്റ് പാർട്ടിയാണല്ലോ ദാവീദ്. മനുഷ്യന് പോലും ആ മനുഷ്യനെ ഇണങ്ങത്തില്ല. പിന്നെ ഇങ്ങനെ ദൈവത്തിന് ഇണങ്ങി ഞാൻ എപ്പോഴും ചിന്തിക്കും, മനുഷ്യനെ പോലും വെച്ചാൽ എനിക്ക് ഈ ദാവീദിനോടുള്ള കലഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് ഉറിയായുടെ മരണം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് അംഗീകരിക്കാത്തൊരു സാധനമാണ്. ഇപ്പം ബർഷീബായ ഈ മനുഷ്യൻ ബർഷീബായിട്ടൊക്കെ മോശം റിലേഷൻ ഉണ്ടായെന്നുള്ളത് ആ കാലത്തെ എത്തിക്സ് അനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് ഡയലൂട്ട് ആകാൻ പറ്റും, നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ ഈ യൂദ തന്നെ താമർ എന്ന് പറഞ്ഞാൽ യൂദായുടെ മരുമോളെ പറ്റിയാണ്. പക്ഷെ അവിടെ റിലേഷൻ ഉണ്ടായിരുന്നത്. അപ്പം മനുഷ്യരാശി എത്തിക്സിലേക്ക് വരുന്ന ഒരു ഈ പുതിയ നിയമത്തോടുകൂടിയാണല്ലോ മനുഷ്യരാശി മൊത്തമായിട്ട് എത്തിക്സിലേക്ക് വരണത്. ക്രിസ്തു കൊണ്ടുവന്ന് വെച്ച മോറൽ കോഡിലല്ലേ പിന്നീട് ലോകം വർക്ക് ചെയ്യണത്. അപ്പം
അവിടം വരെ എത്താൻ മുമ്പ് ഉണ്ടായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞാൻ അത്ര കണ്ട് വലിയ എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തേയില്ലെന്നല്ല, ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തില്ല. കാരണം ക്രിസ്തു വന്നിട്ടില്ലല്ലോ, അതൊക്കെ മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഈ ബെർശിബയുടെ റിലേഷനൊക്കെ ഈ രാജാക്കന്മാരുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഇത് അന്നത്തെ കാലത്ത് ഇവരൊക്കെ ഒന്നും വലിയ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത് ഉറിയയാണ്. ഉറിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാതെ ഈ ബെർശിബയുടെ ഹസ്ബൻഡ്. അയാളെ ദാവീദ് യുദ്ധമുന്നണി കൊണ്ടുപോയി ബലാത്കാരമായിട്ട് കൊന്നു കളഞ്ഞു. അയാൾ ചെയ്ത തെറ്റെന്താണ്? അതൊക്കെ ഉരുക്കളുള്ള അയാളെപ്പോലെ ഈ ദാവീദിനേക്കാൾ ജസ്റ്റായിട്ടൊരു മനുഷ്യനാണ് ഈ ഉറിയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ അയാൾ ഒരു യഹൂദനല്ലെന്ന് ഓർക്കണം. ഈ ഉറിയ എന്ന് പറയുന്ന ആള് ഒരു ഹിറ്റൈറ്റാണ്, ഹിത്യനായ ഉറിയ എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ യഹൂദനല്ല ശരിക്കും, ടർക്കിഷ് പീപ്പിളാണ് ഇയാളെ. ചില ഇൻഡോ യൂറോപ്യൻ എന്നൊക്കെ പറയുന്നത് ടർക്കിഷാണ്. എന്നിട്ട് മിഡിൽ ഈസ്റ്റിലാണ് ഇവരുടെ ഒരു ട്രൈബാണ് ഇവർ യഹൂദരല്ല. അപ്പോൾ ഈ ഉറിയായിക്ക് ഈ യഹൂദൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയില്ല. എന്നിട്ടും സൈന്യത്തിലുള്ള ആ സൈന്യത്തോടുള്ള താൻ ചേർന്ന സൈന്യത്തോടുള്ള കൂറുകൊണ്ടാണ് ഈ മനുഷ്യൻ ദാവീദ് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയുമ്പോഴും പോകാതെ പടിപ്പുരയിൽ കിടന്നുറങ്ങുന്നത്. ഞാൻ രാജ്യം യുദ്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നത് ശരിയല്ല എന്ന എന്തോ ഒരു മനസ്സാക്ഷിയോടുകൂടിയുള്ള തീരുമാനമാണ്. ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാവൂളിൻ്റെ കാലത്ത്, ദാവീദിൻ്റെ തന്നെ കാലത്ത് ഗോലിയാത്ത് വരുമ്പോൾ ഇസ്രായേൽക്കാർ പല ആൾക്കാരും വീട്ടിൽ പോയിരിക്കുകയായിരുന്നു, പട്ടാളക്കാർ. അവിടെ ഭാര്യമാർ പിന്നെ അവരെ വിട്ടില്ല. ആ സ്ഥലത്താണ് ഈ ഉറിയാനെ നമ്മൾ കാണുന്നത്. ഉറിയ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടും പോകാതെ തൻ്റെതല്ലാത്ത ഒരു വംശത്തിന് വേണ്ടി ഉറിയ രക്തസാക്ഷിയാകുകയാണ് ശരിക്കും. പക്ഷെ അതിന് കാരണക്കാരൻ ദാവീദാണ്. അപ്പോൾ ഞാൻ സമയത്ത് ദാവീദിനോട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ തോന്നത്തില്ല. പക്ഷെ ദാവീദ് എവിടെയോ വെച്ചു ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയ ആളായി മാറി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നിങ്ങൾ എഴുതി തള്ളരുത്. ദാറ്റ് ഈസ് മൈ പോയിൻ്റ്. നിങ്ങൾ എഴുതി തള്ളരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഏതെങ്കിലും കാലത്തൊക്കെ ഉണ്ടായി കാണും. ചിലപ്പോൾ അബോർഷനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുമല്ലോ ആൾക്കാർക്ക്. എല്ലാവരും എല്ലാ കാര്യത്തെക്കുറിച്ചും ഒറ്റക്കരവുള്ളവരാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും. അപ്പം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട്, ചിലപ്പോൾ അന്നത്തെ ഒരു വൈകാരികമായ നിങ്ങളുടെ ചുറ്റുപാട് കൊണ്ട് നിങ്ങളുടെ നിന്ന് അബദ്ധങ്ങൾ പറ്റും. അപ്പം പിന്നീട് നിങ്ങൾ ഓർക്കും, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ അബദ്ധങ്ങൾ പറ്റിയല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോയ യോഗ്യനല്ല, ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം കേൾക്കാൻ. പല മനുഷ്യരും എനിക്ക് തോന്നിയിരിക്കണമെങ്കിൽ അറിയാവും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കാൻ പോണ, ഇങ്ങനെ പറയണ കുറേ മനുഷ്യൻ കണ്ടുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച അതിനല്ലേ. അതിനാണ് ഈ അച്ഛന്മാർ, അതുപോലെ തന്നെ പാസ്റ്റർമാർ, ഏജൻസികൾ, പ്രാർത്ഥന ഏജൻസികൾ ജനങ്ങൾ വെക്കണത്. ജനങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കുറവാണ് അങ്ങനെ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ സ്വയമായിട്ട് ബലം പ്രാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ എത്ര കൊള്ളരുതാത്തവനാണെന്ന് നീ അസസ് ചെയ്താലും ദൈവം അസസ് ചെയ്യാത്തടത്തോളം കാലം നീ എന്തിനാണ് നിന്നെ വിധിക്കണത്? ദാവീദ് ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ചിട്ട് ദാവീദ് പറയണം, എൻ്റെ ജെസ്സയുടെ മക്കളിൽ ദാവീദ് എൻ്റെ മനസ്സിന് ഇണങ്ങിയ ആളായിരുന്നു. അതിനൊരു കാര്യമുണ്ട്, ദാവീദിനും അതിൻ്റെ ഒരു പങ്കുണ്ട്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ ആരും പറയാത്തൊരു കാര്യം ദൈവത്തോട് പറഞ്ഞു. ഇവൻ ഇത് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴേ അവൻ ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് എന്നോട് തന്നെ പൊറുക്കാൻ പറ്റണില്ല, എനിക്ക് നിന്നെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഒരു വിഷയമായിപ്പോയത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഐ മിസ് യു എന്ന് പറയത്തില്ലേ, അതുപോലെ ദാവീദ് ദൈവത്തോട് പറഞ്ഞ് പാപമല്ല പ്രശ്നം, ഐ മിസ് യു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്.
എൻ്റെ പാപത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. ആ പാപത്തിൻ്റെ വിഷയങ്ങൾ കാരണം ഐ മിസ് യു, എനിക്ക് നിന്നെ കൈമോശം വരുന്നു, നഷ്ടപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ ചങ്കെ കൊണ്ടുവരേണ്ട ഈ സംഭവം. ദാവീദ് എപ്പോഴാണ് നിങ്ങൾ ചോദിക്കും, പിന്നെ ദാവീദ് അങ്ങനെ മിസ് യു എന്നൊക്കെ പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദാവീദ് പറഞ്ഞു, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഞാൻ ഇങ്ങനെ ഒരു പോക്ക് കേസാണ്, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചത് തന്നെയാണ്, ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ നിൻ്റെ തിരുസന്നിധിയിൽ എന്നെ തള്ളിയ ഞാൻ പിന്നെ ഇല്ല. അപ്പോൾ എന്നേക്കാളും അവനേക്കാളും ദൈവത്തോടുള്ള ബന്ധത്തിന് ഇവന് ഇതാണ് ദാവീദിൻ്റെ അനുതാപം എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ഇണങ്ങിയത്. ദൈവത്തിൻ്റെ മനസ്സ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഉടമ്പടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉടമ്പടി ജപ്തി മാറാൻ, ഉടമ്പടി ജോലി കിട്ടാൻ, ഉടമ്പടി വിവാഹം നടക്കാൻ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ എന്താ പറയണത്? ഉടമ്പടിക്ക് വേണ്ടി തന്നെയാണ്. എന്താണ് കാര്യം? ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത് തന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു മാനസികാവസ്ഥ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ തിരുക്കുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2019 ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും ചെയ്യുവാൻ പറ്റിയില്ല. പിന്നെ 2023 ഞാനത് പുതുക്കി. പേര് റോസമ്മ റോയി, മോൻ്റെ പേര് റോണി റോയി, കറിക്കാട്ടർ സെൻറ്റ് ജെയിംസ് ഇടവകയാണ്. 2019 ഉടമ്പടി എടുത്തത്. അത് പൂർണ്ണമായിട്ടും എനിക്ക് അത് സാധിക്കാൻ പറ്റിയില്ല, അതിലെ നിയോഗങ്ങളൊന്നും പാലിക്കാൻ പറ്റിയില്ല. പിന്നെ 2023 വീണ്ടും പുതുക്കി. കാരണം എൻ്റെ മോന് ജോലിയില്ലായിരുന്നു, അവൻ PG കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ അടുക്ക പോയി ഉടമ്പടി പുതുക്കാം, അമ്മ അപ്പം എന്തെങ്കിലും കാണിച്ചു തരും മോന് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം അവന് IELTS എഴുതി പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ UK പോകാനോ എവിടെയെങ്കിലും പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് IELTS ഇല്ലെങ്കിലും മാതാവ് നിന്നെ കൊണ്ടുപോകും, അമ്മയ്ക്കും തിരുക്കുമാരനും അതിനുള്ള ശക്തിയുണ്ട്. അങ്ങനെ അവൻ UK ഒരു യൂണിവേഴ്സിറ്റിയിൽ IELTS ഇല്ലാതെ അവന് ഒരു അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷന് പൈസയും എല്ലാം അടച്ച് നമ്മൾ കഴിഞ്ഞ MSc EVS ആയിരുന്നു. ഞങ്ങൾ 8 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഇത് തരാൻ പറ്റത്തില്ല. അപ്പം ഞാനിവിടെ ഓടി അച്ഛനെ കണ്ടു. അച്ഛൻ മോൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, നിനക്ക് മാതാവ് കാണിച്ചിരിക്കുന്നത് എല്ലെന്ന് പറഞ്ഞ കോഴ്സാണ്. അപ്പം മോൻ പറഞ്ഞു, അമ്മേ എനിക്കതിൻ്റെ എല്ലെന്ന് പറയുന്ന കോഴ്സിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഞാനത് പഠിച്ചിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന്, എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞു, നിനക്ക് ഒരു കോഴ്സ് തരാം, MSc ലോജിസ്റ്റിക്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ലോജിസ്റ്റിക് അതാണല്ലോ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു യൂണിവേഴ്സിറ്റിക്കാർ മുന്നോട്ട് നോക്കി. അങ്ങനെ അവന് UK പോയി ചെല്ലുമ്പോഴും അവിടെ തടസ്സങ്ങളായിരുന്നു. അവന് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. 1 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവനെ 1 മാസം അവർ ഡിസ്മിസ് ചെയ്തു. ഇങ്ങനെയെങ്കിലും ഞാൻ ഓടി എന്ത് പ്രശ്നമെന്നാലും അമ്മയുടെ അടുക്ക വരും. അമ്മയുടെ അടുക്ക വന്ന് പ്രാർത്ഥിച്ച് പോയി ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ നീക്കുപോക്കുകൾ ഉണ്ടാകും. പിന്നെ അവന് ആ മാസം തന്നെ അവർ ശമ്പളത്തോടു കൂടി വീണ്ടും അവന് പാർട്ട് ടൈം ജോബ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, അവന് കോഴ്സ് പഠിച്ചു കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും അവൻ്റെ ഒരു സപ്ലി വന്നു. അത് കാരണം അവനത് ഗ്രാജുവേഷൻ കറക്റ്റ് സമയത്ത് നടന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു വചനമാണ്, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ലെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വിഷമങ്ങളുണ്ടായ സമയമാണ്. കാരണം മോന് ഇത്രയും രൂപയും ഒക്കെ മുടക്കി അവന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ചോദിക്കും, അമ്മേ ഞാനങ്ങ് തിരിച്ചു വരട്ടെ? അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ തിരിച്ചു വരല്ലേ, നീ പ്രാർത്ഥിക്കും, ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ അന്നേപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ കിട്ടുന്ന സമയമാണേലും പള്ളിയിൽ പോയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കൂട്ടുകാരെല്ലാം ജയിച്ചു പോയി, എനിക്ക് ജയിക്കാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു, നല്ലതിന് വേണ്ടിയാണ്, മാതാവ് നിന്നെ നന്മ വരുത്താൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനും പ്രാർത്ഥിക്കും. അങ്ങനെ
അവന് നല്ലൊരു പ്രൊഫസറെ കിട്ടി. ആ പ്രൊഫസർ അവൻ്റെ അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൊടുത്തു. അവസാനം ഞാനെപ്പോഴും മാതാവിനോട് ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയുടെ പ്രസൻസ് എനിക്കുണ്ടാവും. അമ്മ ഒരു പ്രാവശ്യം എന്നോട് അടുത്ത് വന്ന് എനിക്ക് മാർക്ക് ഇവന് ജയിക്കാൻ, ഞാനിപ്പം അമ്മയെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മോന് ജയിക്കാനുള്ള മാർക്ക് അമ്മ എനിക്ക് 40 എന്ന് എഴുതി കാണിച്ചു തന്നു. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇവനോട് സംസാരിച്ചപ്പം ഇവൻ പറഞ്ഞു, അമ്മ എൻ്റെ പ്രൊഫസർ പറഞ്ഞു നീ എത്ര നന്നായി പരീക്ഷ എഴുതിയാലും നിനക്ക് 40 മാർക്കിൽ കൂടുതൽ തരത്തില്ലെന്ന്. അപ്പോൾ അമ്മയുടെ പല പ്രാവശ്യം ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയുടെ പ്രസൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഇന്നത് സാധിക്കുവാനുള്ളതാണ്, ഇന്നത് നടത്തി തരുവാനുള്ളതാണ് അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോനത് പാസ്സായി. പിന്നെ അവന് PSW 2 വർഷം അവിടെ കിട്ടുവാനുള്ള സ്റ്റേബായി കിട്ടി. പിന്നെ അവൻ ആമസോണിൽ തന്നെ വർക്ക് ചെയ്യുകയായിരുന്നു. എങ്കിലും അവിടെ നിന്ന് അവർ വിസ കൊടുക്കുകയില്ല. പിന്നെ വർക്ക് വിസയ്ക്ക് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പിന്നെ അവൻ ആമസോണിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി അവൻ പിന്നെ ഒരു കെയർ ഹോമിലാണ് കയറിയത്. കെയർ ഹോമിൽ ഒരു 4 മാസം വർക്ക് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് നിനക്കവിടെ വർക്ക് വിസ ഒന്നും തരത്തില്ല. പിന്നെ മോന് കാരണം അവനന്നപ്പോൾ ഒരു വണ്ടി, അതിനിടയ്ക്ക് വണ്ടി എടുത്തെന്ന് വെച്ചാൽ അവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടമ്മേ എന്ന് പറഞ്ഞു. അപ്പം അതിന് പിന്നെ ലൈസൻസ് കിട്ടണം. പല പ്രാവശ്യം അവൻ ആ ലൈസൻസിന് വേണ്ടി ശ്രമിച്ചെങ്കിലും ലൈസൻസ് കിട്ടിയില്ല. ഞാനൊക്കെ അപ്പം ഇരുന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും, എന്ത് വന്നാലും ഞാൻ ഇവിടെ ഓടി വരും. അമ്മയുടെ അടുക്ക വന്ന് അമ്മ എൻ്റെ മോൻ ഇന്നതാന്ന് പറഞ്ഞു കഴിയുമ്പം അമ്മ എനിക്ക് സാധിച്ചു തരും. അവൻ അവിടെ ഇരുന്ന് ഓരോ ടെസ്റ്റുകൾ നടത്തുമ്പോൾ ഞാൻ അതെല്ലാം ഇവിടെ ഇരുന്ന് അമ്മയുടെ കാശുരവും തൈലവും തിരിയെല്ലാം കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഇതിന് പോയാലും അവൻ എന്നോട് പറയും, അമ്മ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞിട്ടേ അവൻ ഏത് കാര്യത്തിനും പോകുകയുള്ളൂ. അങ്ങനെ അത് പോയിട്ട് വരുമ്പോൾ എല്ലാം നല്ല പോസിറ്റീവായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് മോന് പിന്നെ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ അവിടെ പോലും ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. പിന്നെ ഉള്ളത് അവസാനം അവൻ്റെ ഒരു കൂട്ടുകാരൻ മോൻ ചെന്നപ്പോഴേ അവിടെ ജീസസ് യൂത്തിലായിരുന്നു. അപ്പോൾ അവർ ജീസസ് യൂത്ത് ജോലി ഉള്ള ഒരു പയ്യൻ പറഞ്ഞു അവൻ്റെ കമ്പനിയിൽ ഇന്ന ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു, എൻ്റെ പേര് റോണി. 2024 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. UK എന്നൊരു ലീവിന് വന്നപ്പോഴാണ് എടുത്തത്. അതിനുശേഷം ജോബ് ഹണ്ടൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കെയർ ഹോം തന്നെ നോക്കി, പക്ഷേ കെയർ ഹോമിലൊന്നും എനിക്ക് ജോബൊന്നും ശരിയാകുന്നില്ല. അപ്പോഴും ഞാൻ ഉടമ്പടി അനുസരിച്ച് പ്രാർത്ഥനകളെല്ലാം ചെല്ലുമായിരുന്നു. പിന്നെ ചെറിയ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നടത്തുമായിരുന്നു. അത് കഴിഞ്ഞിരിക്കെ ഇങ്ങനെ 90 ദിവസം കഴിഞ്ഞ് മീൻസ് ഉടമ്പടിയുടെ എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ പ്രാർത്ഥന എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോളോ ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്ത് ഇങ്ങനെ കെയർ ഹോമിലൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയി തിരിച്ച് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിനക്കിതുപോലെ എൻ്റെ കമ്പനിയിൽ ഇതുപോലെ ഒരു വേക്കൻസി ഉണ്ട്. അത് അമ്മ പറഞ്ഞ പോലെ ജീസസ് യൂത്തിലായിരുന്നു അവനുമായിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. അവർ വിളിച്ചു, ഒക്ടോബർ 6-ാം തീയതി ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ സൈഡിൽ നമ്മുടെ തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിസയുടെ കാര്യം അപ്പോഴൊന്നും അവർ കൺഫേം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ പോയെന്നാൽ ഏതാണെങ്കിലും നല്ലൊരു ജോലിയാണ്, ഫീൽഡ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു ജോലി. അപ്പം അവിടെ പോയി ജോലി ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഒരു പൈസ പോലും മുടക്കാതെ. സാധാരണ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് ഒരു 10 ലക്ഷം രൂപ ചോദിക്കും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ചോദിക്കും. ഒരു പൈസ പോലും മുടക്കിയില്ല. എനിക്ക് പ്രയോറിറ്റി വിസ എടുത്ത് അവർ തന്ന് 5 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടി. എൻ്റെ വിസ വീരുന്നതിന് 10 ദിവസം മുമ്പ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുമ്പോഴേ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ സ്റ്റാൻഡിലൊക്കെ പത്രം എപ്പം കിട്ടിയാലും അപ്പോൾ എല്ലാം സ്റ്റാൻഡിലൂടെ കൊടുക്കുമായിരുന്നു. പിന്നെ ഭക്ഷണം ചോറും പൊതി കെട്ടി എവിടെയൊക്കെ ഉണ്ടോ വഴിയേരി ഇരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ ചെന്ന് അവരെ കുളിപ്പിക്കുകയും നഖം വെട്ടി ഒക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് തൈലം പുരട്ടി എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഈ തൈലം പുരട്ടി അത് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ അനിയന് വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഇപ്പം ഞാൻ ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചായിരുന്നു. അവന് വിവാഹം നടന്നു. ഈ കഴിഞ്ഞ മാസമായിരുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം
2-ാം വാക്യം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് റോസമ്മ റോയ് മണിമല തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയിൽ ഈ അമ്മയുടെ നിയോഗമെന്ന് പറയുക ഈ മകൻ്റെ ജോലി സംബന്ധമായ കാര്യം തന്നെയായിരുന്നു. ഇവിടെ ആയിരുന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛനിലൂടെ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നുള്ള സൂചന ലഭിക്കുകയും അതിനെ തുടർന്ന് പുറത്തേക്ക് പോവുകയും നിരവധിയായ കടമ്പകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്നതിൻ്റെ അനുഗ്രഹ ഫലമാണ് ഈ മകന് ഉന്നതമായ നല്ലൊരു ജോലി ലഭിക്കുകയും അത് അവിടെ പൂർണ്ണമായിട്ടും യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമായ ഒന്നും കൊടുക്കാതെ കൊണ്ട് തന്നെ ഈ മകൻ്റെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവർ നല്ലൊരു ജോലി നൽകുകയൊക്കെ ചെയ്തത്. ഈ അമ്മയുടെയും മകൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു അനുഗ്രഹം എന്ന് പറയുക പരിശുദ്ധ അമ്മയെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക എന്നതാണ്. ഈ അമ്മയുടെ പ്രാർത്ഥന മകൻ അവിടെ ധൈര്യം നൽകുകയും ആ ധൈര്യം തന്നെയാണ് ഈ മകൻ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാനും ഉടമ്പടി എടുത്തുകൊണ്ട് പരിശുദ്ധ മാതാവിനെ സ്വന്തമാക്കിക്കൊണ്ട് അവിടെ നല്ല രീതിയിൽ തൻ്റെതായ രീതിയിൽ പ്രാർത്ഥനയിലേക്ക് ആയിരിക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ജീവിക്കാൻ പരിശുദ്ധ മാതാവും ഈശോയും ഇവർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെയും ഇത് കേൾക്കുന്ന നമുക്കും നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷികൾ മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വരാനും ഇവിടെ വന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനും ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ആദ്യമായി എൻ്റെ പേര് അമൃത പ്രതീഷ്, ഇതെൻ്റെ അമ്മ ധന്യ പ്രതീഷ്. ഞാൻ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2024 5/10/2024 ഇവിടെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് 2023 ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ കയറി. ജർമ്മൻ ഭാഷ പഠിച്ച് 2024 തൊട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ സ്പീക്കിംഗ് ഒഴിച്ച് റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ഞാൻ ഒറ്റയടിക്ക് തന്നെ പാസ്സായി. സ്പീക്കിംഗ് മാത്രം ഞാൻ പാസ്സായില്ല. അതിനുശേഷം ഞാൻ 3 മൊഡ്യൂൾ പാസ്സായതിനു ശേഷം എനിക്ക് സ്പീക്കിംഗ് എക്സാം പാസ്സാവാൻ എളുപ്പമായിരുന്നു ഓർത്ത് ഞാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഞാൻ സ്പീക്കിംഗ് എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പരീക്ഷ എഴുതി, പാസ്സായില്ല. ഓരോ എക്സാമിന് പോകുമ്പോഴും നല്ല സാമ്പത്തിക ചിലവുണ്ട്. ഓരോ പരീക്ഷ ഒരു മൊഡ്യൂളിന് തന്നെ നല്ല പൈസയാവും. പിന്നെ യാത്രാ ചിലവ് ഇതിനൊക്കെ നല്ല പൈസയാവും. ഡേറ്റ് കിട്ടാനും പാട്. അങ്ങനെ വളരെയധികം വിഷമിച്ചിരുന്നു. അതിനുശേഷം 3 പ്രാവശ്യം എഴുതി, 4 പ്രാവശ്യം എഴുതി, 5 പ്രാവശ്യം എഴുതി, 6 പ്രാവശ്യം വരെ ഞാൻ സ്പീക്കിംഗ് പരീക്ഷ എഴുതി. അത് ഇന്ത്യയിലെ പല ഡൽഹി, പഞ്ചാബ്, കൊൽക്കത്ത അവിടെയൊക്കെ പോയി എഴുതി. ഒരുപാട് സാമ്പത്തികമായും ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് ആരും സഹായിക്കാനോ അല്ലെങ്കിൽ മാതാവ് എന്നെപ്പറ്റി പിന്നെ ഞാൻ അറിയാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരികൾ വഴി പറഞ്ഞു, മാതാവിന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി കഴിഞ്ഞ് ഉടമ്പടി എടുക്ക് പ്രാർത്ഥിച്ചാൽ നീ പാസ്സാവുമെന്ന് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കൂട്ടുകാരികളൊക്കെ പറയാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്ത പിന്നെ ഞാൻ പിന്നെ എക്സാം എഴുതിയിട്ട് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഞാൻ ഓർത്തു, സാക്ഷ്യത്തിലൊക്കെ പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്കൊന്നും കിട്ടില്ല, കുറച്ചും കൂടെ മാതാവിൻ്റെ അടുത്ത് അറിഞ്ഞ് അനുതാപം വന്ന് ഉടമ്പടി കൃത്യയോടെ പാലിച്ചൊക്കെ ചെയ്തുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടും, മാതാവിനെ കൂടുതൽ അടുക്കാനൊക്കെ പറ്റിയാൽ കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ വന്നു. അതിനുശേഷം കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് ഞാൻ പരീക്ഷ എഴുതിയിട്ട് പിന്നെ ഞാൻ പാസ്സായില്ല.
അതിനുശേഷം ഞാൻ 3 മൊഡ്യൂൾ തന്നെ വെച്ച് ഒരു ഏജൻസിയെ സമീപിച്ചു. 3 മൊഡ്യൂൾ വെച്ച് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏജൻസിയുടെ അടുത്ത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തു. അപ്പോൾ തന്നെ അവർ ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു 3 ലക്ഷം രൂപയും കൂടെ അടച്ച് ഇടുവാണെങ്കിൽ ഉടനെ തന്നെ എല്ലാം പെട്ടെന്ന് കോൺട്രാക്റ്റൊക്കെ വന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10 മാസമൊക്കെ കഴിഞ്ഞു. അവർ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിവിടെ 2025 ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാല റാലിയിൽ പങ്കെടുത്തേ പിന്നെ എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ്, ഇത്രയും നാളായിട്ടും പ്രോസസ്സിങ് ഒന്നും ആയില്ലല്ലോ, നീ 3 ലക്ഷം രൂപ പൈസ കൊടുത്തിട്ടില്ലേ, ഒന്നില്ലെങ്കിൽ അത് റീഫണ്ട് വാങ്ങുക, അവർ നിന്നെ പറ്റിക്കുക എന്നുള്ളൊരു മനസ്സിൽ മാതാവ് ഇങ്ങനെ തോന്നിക്കും പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് പാരൻസുമായിട്ട് ഇടപെട്ട് ഏജൻസീനോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇപ്പം എംപ്ലോയർ വന്നില്ല, ഇൻ്റർവ്യൂ വന്നില്ല, കുറച്ച് ആളും കൂടെ വെയിറ്റ് ചെയ്യും, ഇനി വേക്കൻസി വരും, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് 3 ലക്ഷം രൂപ തിരിച്ച് വാങ്ങുന്നുള്ളൊരു മാത്രമാണ് എനിക്ക് മനസ്സിൽ വന്നുള്ളൂ. അങ്ങനെ അവരോട് കൂടുതലായിട്ട് ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് പൈസ തരാൻ പറഞ്ഞു. 1 രൂപ പോലും കുറയാതെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ മൂലം എനിക്ക് ആ പൈസ 1 രൂപ കുറയാതെ എനിക്ക് ആ പൈസ മുഴുവനായിട്ട് തിരിച്ചു തന്നു. അതിനുശേഷം ഞാൻ വേറൊരു ഏജൻസിനെ സമീപിച്ചു. അപ്പോൾ ആ ഏജൻസി പറഞ്ഞു ഫുൾ മൊഡ്യൂൾ പാസ്സാവാണ്ട് പോകാൻ പറ്റില്ല, ജർമ്മനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇനി എക്സാം എഴുതാനായിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് പാസ്സാവും എന്നൊക്കെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടു. അപ്പം ഞാനിവിടെ വന്ന് എക്സാമിന് ഡേറ്റ് എടുത്ത് ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും ആയിട്ട് വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ തന്ന കാശ് രൂപം വെച്ച് പരീക്ഷ എഴുതാൻ പോയി. ഞാൻ ട്രിച്ചിയാണ് എക്സാം എഴുതാൻ പോയത്. എക്സാം എഴുതാൻ പോയപ്പോൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധിയോടുകൂടി ഞാൻ ഉപയോഗിച്ചു. പരീക്ഷ എഴുതിയപ്പോൾ സ്പീക്കിംഗ് പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം ഹാളിൻ്റെ ക്ലാസ് റൂമിൻ്റെ സൈഡിലായിട്ട് ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ വിതറി. അതിനുശേഷം എക്സാമിനൊക്കെ സ്പീക്കിങ്ങൊക്കെ എനിക്ക് എങ്ങനെയോ ആൻസർ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് പറയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ വരാൻ എനിക്കൊരു 45 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 45 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ഇവിടെ നിൽക്കുന്ന കൃപാസന മാതാവ് ഗർഭിണിയായിട്ട് ആ മാതാവ് എൻ്റെ തലയിൽ വന്ന് കൈ വയ്ക്കുന്ന സ്വപ്നം ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര ഇമോഷണലായി, എനിക്ക് സങ്കടമൊക്കെ വന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ 4 എന്നുള്ളൊരു സംഖ്യ എപ്പോഴും തിരി കത്തിക്കുമ്പോഴും മനസ്സിൽ സ്വപ്നത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ഇങ്ങനെ ഓർത്തു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 4. ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് മാതാവ് തരാനുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേയുടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എക്സാം റിസൾട്ട് വന്നു. എക്സാം റിസൾട്ട് വന്നപ്പോൾ മാതാവ് ഞാൻ പ്രതീക്ഷനേക്കാളും കൂടുതൽ മാർക്ക് തന്ന് മാതാവ് എനിക്ക് എക്സാം പാസ്സാക്കി തന്നു. അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടെ മാതാവ് ഈശോയുടെ ഇടപെട്ടിട്ട് എനിക്ക് അത്രയും സ്പീക്കിങ്ങിന് എനിക്ക് പാസ്സാക്കി തന്നു. അതിനുശേഷം മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. സാമ്പത്തികത്തിൻ്റെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കയ്യിലോട്ട് അപ്പം തന്നെ എടുക്കാനില്ല എങ്കിലും പക്ഷേ എങ്ങനെയൊക്കെയോ കിട്ടിക്കൊണ്ടിരുന്നു. മാതാവ് ഈശോയുടെ ഇടപെട്ടു. പിന്നെ അതേപോലെ തന്നെ ഏജൻസി സമീപിച്ചു, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. പിന്നെ അതുപോലെ കോൺട്രാക്റ്റ് ഉടനെ തന്നെ വന്നു. അതിന് വിസയ്ക്ക് ഉടനെ ഡേറ്റ് എടുത്തു. മാർച്ച് 18-ാം തീയതി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഈ ഏപ്രിൽ 11-ാം തീയതി ഈ ശനിയാഴ്ച എനിക്ക് വിസ വന്നു. എൻ്റെ മനസ്സിൽ 4 എന്നുള്ള സംഖ്യ എൻ്റെ മനസ്സിൽ മറിഞ്ഞു പോകണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എൻ്റെ ഈ പാസ്പോർട്ടിൽ 4-ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നത്. അതിനുശേഷം ഞാൻ വിസ അടിച്ച് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവെ ഞാൻ ഉടനെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഈ ചൊവ്വാഴ്ച തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിങ്ങോട്ട് ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വെളുപ്പാങ്കളത്ത് മൂക്കിൽ നല്ല മുല്ലപ്പൂവിൻ്റെ മണം തുളച്ച് കയറുമായിരുന്നു. അത് എനിക്ക് അറിയില്ല. ഞാൻ മുറിയിൽ കതകടച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ മൂക്കിൽ നല്ലോണം മുല്ലപ്പൂവിൻ്റെ മണം തുളച്ച് കയറുമായിരുന്നു. മാതാവ് ഈശോ ഇടപെട്ട് എന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീനെ സാക്ഷിയാക്കി. ഞാൻ അടുത്ത മാസം ഏപ്രിൽ 23-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. ഇതെൻ്റെ കഴിവുകൊണ്ടോ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ഇനി എൻ്റെ മുന്നോട്ടും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി ചിട്ടയോടെ ജീവിക്കും. ഇനി കുറച്ച് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഞാൻ അമ്മയുടേക്ക് മൈക്ക് കൈമാറാം.
കൊച്ചു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എല്ലാ വഴി അടഞ്ഞപ്പോഴാണ് മാതാവ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, പലരും പറഞ്ഞിട്ട്. 2 വർഷം താമസിച്ചുവെങ്കിലും മാതാവ് ഇപ്പോൾ എല്ലാം നടത്തി തന്നു ഭംഗിയായിട്ട്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഓരോ ആപത്തുകളും നീങ്ങിപ്പോയതാണ്. വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണപ്പോൾ അതൊരു ആപത്തും കൂടാതെ ഞങ്ങൾ സംരക്ഷിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം നേർച്ച വസ്തുക്കൾ പെരയ്ക്ക് ചുറ്റും ഇട്ടിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. സങ്കീർത്തനം 91:10-12 വചനം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതിലൂടെ ഒരുപാട് സംരക്ഷണം വീടിനും ഞങ്ങൾക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഒരു വസ്തു 8 വർഷമായിട്ട് വിൽപ്പനയൊന്നും നടക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. ഈ കൃപാസനത്തിലെ ഈ ഉപ്പ് കൊണ്ടുപോയിട്ട് ഒരു തരി അവിടെ ഇടാൻ പോലുള്ള സാഹചര്യമല്ലായിരുന്നു. നിക്ഷേപിച്ചതിൻ്റെ ഫലമായിട്ട് 4-ാം ദിവസം ഫാസ്റ്റ് ട്രാക്കിലൂടെ എല്ലാ ഡോക്യുമെൻറ്റും ശരിയാക്കി 1 മാസം കൊണ്ട് ആധാരം കഴിഞ്ഞു. അതൊരു വലിയൊരു അനുഗ്രഹമാണ്, അമ്മയുടെ അത്ഭുതം തന്നെയാണിത്. ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള കാലത്തും അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാരുണ്യപ്രവർത്തികളായി ചെയ്യുന്നത് ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കും. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കും, ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായം കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കെട്ടി രോഗികൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ പത്രം ടൗണിൽ കൊണ്ടുപോയി നടന്ന് ഞങ്ങൾക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആത്മീയമായിട്ട് വളരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ബൈബിള് മുടങ്ങാതെ 1/2 മണിക്കൂർ വായിക്കും. പ്രാർത്ഥന അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടും, ധ്യാനം മുടങ്ങാണ്ട് കൂടും. പിന്നെ അതേപോലെ സ്വഭാവത്തിൽ അനുദപിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ശത്രുക്കളോടൊക്കെ ആണെങ്കിലും ഒരു സ്നേഹത്തോടുകൂടി പെരുമാറാനൊക്കെ ഞങ്ങൾക്ക് വന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയും തന്നതിന് കൃപാസന മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. 59:1 രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അമൃത പ്രതീക്ഷ എന്ന ഈ അക്രൈസ്തവ മകൾ എത്ര തിഷ്ഠതയോടും വിശുദ്ധിയോടും വിശ്വസ്തയോടുമാണ് ഉടമ്പടി ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. മകൾ കഴിഞ്ഞ 2-2.5 വർഷക്കാലം ഏറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു മകളാണ്. ഏറെ ആഗ്രഹത്തോടെ പഠിച്ച് ജർമ്മൻ ഭാഷയിൽ 3 മൊഡ്യൂളുകൾ വിജയിച്ച് വിദേശത്ത് പോകുവാൻ വേണ്ടി നിരന്തര പരിശ്രമം നടത്തി പരാജയപ്പെട്ട് 4ാമത്തെ ഒരു മൊഡ്യൂൾ 6 തവണ എഴുതി, 7 തവണ എഴുതി പരാജയപ്പെട്ട് അങ്ങനെ വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ, ഒത്തിരി പേരുടെ മുമ്പിൽ ഉത്തരം പറയുവാനാവാത്ത വിധം ശിരസ് കുനിച്ച് നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒക്കെ കടന്നുപോയ ഒരു മകളാണ് അമ്മ മാതാവിൻ്റെ ഈ തിരുനടയിൽ സന്തോഷത്തിൻ്റെ നന്ദിയുടെ സാക്ഷ്യം പറയുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത നാൾ മുതൽ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളായിരുന്നു. ഈശോയെയും അമ്മ മാതാവിനെയും അറിഞ്ഞ് പരിചയപ്പെട്ട് സ്നേഹിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസം മുതൽ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലും എങ്ങനെയാണോ അതുപോലെ തന്നെ അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ സന്ദേശങ്ങൾ എപ്പോഴൊക്കെ ഞാൻ സ്വീകരിച്ച അവസരങ്ങളിലൊക്കെയും അത് അനുഗ്രഹത്തിന് കാരണമാവുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, ഉടൻ തന്നെ നിനക്ക് വിദേശത്തേക്ക് പോകുവാൻ ഇൻ്റർവ്യൂ ലഭിക്കും എന്ന് ആവർത്തിച്ച് പറയുന്ന അവസരത്തിലും അല്പം പോലും ശങ്കിക്കാതെ മാതാവിൽ നിന്ന് സന്ദേശം കിട്ടിയതുകൊണ്ട് എനിക്ക് പണം തിരികെ തന്നാൽ മതിയെന്ന് കുറച്ചധികം നാൾ മുമ്പ് കൊടുത്ത പണം 3 ലക്ഷം രൂപ തിരികെ ചോദിച്ച് ഒരു പണം പോലും നഷ്ടപ്പെടാതെ അമ്മയുടെ സംരക്ഷണയിൽ അമ്മയുടെ സന്ദേശപ്രകാരം തിരികെ കിട്ടിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി വീണ്ടും പോകുമ്പോൾ അമ്മ മാതാവ് കൃത്യമായി കൂടെ നിന്നുകൊണ്ട് ഓരോ അവസരത്തിലും ആ മൊഡ്യൂളുകൾ എഴുതിയെടുക്കുന്നതിന് മകളെ സഹായിക്കുകയും ക്ലേശ നിമിഷങ്ങളിലൊക്കെയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മകൾക്ക് അനുഗ്രഹമായി തീർന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 4 എന്നൊരു അക്കം നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് മകൾക്ക് കൃത്യമായി സന്ദേശം നൽകിക്കൊണ്ട് അതിനകത്തൊരു അനുഗ്രഹമുണ്ടെന്ന് മകൾക്ക് എപ്പോഴും ഉറപ്പ് കൊടുത്തിരുന്നു. എന്താണ് അനുഗ്രഹമെന്ന് മാത്രം വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ 4-ൽ അനുഗ്രഹമുണ്ടെന്ന് മകൾക്ക് കൃത്യമായി വെളിപ്പെടുത്തി. ആ 4-ൽ ഇന്ന് മകൾ പറയുന്നുണ്ട് 3 അനുഗ്രഹങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഒന്ന് 4-ാം മാസം
എനിക്ക് വിസ കിട്ടി, രണ്ടാമത് 4-ാമത്തെ പേജിൽ എനിക്ക് വിസ കിട്ടി, മൂന്നാമത്തേത് 4-ാമത്തെ മാസം തന്നെ എനിക്ക് ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി അമ്മ മാതാവ് എന്നെ അനുവദിക്കുന്നുവെന്ന്. നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ അത് ഉടമ്പടിയുടെ നിയോഗത്തോട് കൃത്യതയോടെ ബന്ധപ്പെട്ടതായിരിക്കും. ഒരു തോന്നലായിരിക്കില്ല, ഒരു ഫാസിനേഷൻ ആയിരിക്കില്ല, മറിച്ച് അതൊരു കൺഫർമേഷൻ ആയിരിക്കും. നമ്മുടെ ഉടമ്പടി നിയോഗത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അതിലേക്ക് നമ്മളെ കൂടുതൽ വേഗത്തിൽ അടുപ്പിക്കുന്ന വിധത്തിൽ അമ്മ നമ്മളെ സഹായിക്കുന്നതാണ്. മകൾ അതുപോലെ തന്നെ തീരുമാനമെടുത്തിരുന്നു, ഏറ്റവും അടുത്ത ദിവസം അമ്മയുടെ അരികിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന്. ആ ഒരു മകളുടെ തീരുമാനത്തെ അമ്മ മാതാവ് കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതാണ്. അമ്മയുടെ പ്രസൻസ് സുഗന്ധാഭിഷേകത്തിലൂടെ മകൾക്ക് നൽകിക്കൊണ്ട് മകളുടെ ആ തീരുമാനത്തെ പോലും സന്തോഷത്തോടെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നുവെന്ന് കമ്മ്യൂണിക്കേഷൻ നൽകുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും തുടർച്ചയായ അടയാളങ്ങളിലൂടെ, നിരന്തരമായ സന്ദേശങ്ങളിലൂടെ, അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം നമ്മളെ രക്ഷിച്ചുകൊണ്ട് ആ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെന്തോ അത് ഫലപ്രാപ്തിയിലേക്ക് നയിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളെയുമാണ് ഈ മകളുടെ വാക്കുകളിലൂടെ, ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും സാമ്പത്തികമായ സുരക്ഷിതത്വത്തിനും അമ്മ മാതാവിനും